ബിഗ് ബോസ് ഹൗസിലെ വളരെ ആക്റ്റീവായ രണ്ട് കണ്ടസ്റ്റൻസ് തന്നെയാണ് ജാസ്മിനും ഗബ്രിയും. നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പേരാണ്. കോണ്ടന്റ് ഇഷ്ടമാരി തരുന്ന രണ്ട് കളിക്കാരുമാണ്. അവരവിടെ പരിധി വിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുവെന്നോ ബൗണ്ടറികളില്ലാതെ പെരുമാറുന്നുവെന്നോ ഞാൻ പറയുന്നുമില്ല. എന്നാലും ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന അഫ്സലിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കാൻ ഇടയായതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് അഫ്സൽ പറയുന്നുണ്ട്, അഫ്സൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രഷറുകളും, അതുപോലെ തന്നെ ജാസ്മിൻ്റെ കുടുംബം ഇപ്പം എത്രത്തോളം ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതുപോലെ തന്നെ പറയുന്നുണ്ട്. കളിക്കാൻ പോകുന്നതിന് മുന്നേ വ്യക്തമായിട്ട് ജാസ്മിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, കോംബോ ആണെങ്കിലും ഒരു പരിധി വിടരുതെന്ന്. പക്ഷേ ജാസ്മിൻ ഇങ്ങനെ കളിക്കുമ്പോൾ ജാസ്മിൻ ആലോചിക്കേണ്ടിയിരുന്നത്, ഇത് കേരളമാണ്, കാണുന്ന കാഴ്ചക്കാർ കേരളത്തിലുള്ള ആളുകളാണ്, ഇത്ര ശതമാനം ആൾക്കാർക്ക് ഇതെല്ലാം അംഗീകരിക്കാൻ പറ്റുള്ളൂ. അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ അതൊരു വിമർശനമായി വെക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്നത് കുടുംബവും അല്ല കല്യാണം ഉറപ്പിച്ച പയ്യനുമാണെന്ന്. ഇതിപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ 70-ലെ വസന്തങ്ങളായതുകൊണ്ടൊന്നല്ല, നമ്മളും ഒരുപാട് ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ കടന്നു പോയതാണ്. ഒരു ബൗണ്ടറി ഉണ്ട്. അത് ക്യാമറയ്ക്ക് മുമ്പിലാണെങ്കിലും ക്യാമറ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും നമ്മളൊരു ബൗണ്ടറി വെച്ചേ പെരുമാറാവൂ. ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിലുള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആവും. നമുക്ക് അറിയില്ലല്ലോ പുറത്ത് എങ്ങനെയാണ് പോണ്, ഇതെങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു, ഇതെങ്ങനെ ആളുകളെ എടുക്കും എന്നൊന്നും നമുക്കറിയില്ല. ഈ ജാസ്മിൻ്റെ കേസിലാണെങ്കിൽ ജാസ്മിൻ്റെ ഉപ്പ വിളിച്ച് ക്ലിയറായി പറഞ്ഞും കൊടുത്തിട്ടുണ്ട് ഇത് നെഗറ്റീവായിട്ടാണ് പോണതെന്ന്. അപ്പോൾ പുറത്തുള്ളവരെ കുറിച്ച് ഒട്ടും ആലോചിക്കാതെ കുടുംബം എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് കളിക്കുന്ന ജാസ്മിൻ്റെ ഈ ഗെയിം കാണുന്ന കാണികളായ നമ്മൾ ഗെയിം സ്പിരിറ്റിൽ എടുത്താലും കുടുംബത്തിന് അത് അങ്ങനെ ആവില്ല. വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കാതെയും ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ടാക്കാം, കളിക്കുകയും ചെയ്യാം. അത് ജാസ്മിൻ അറിയാതെ ആയിരിക്കില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ ഇതെന്താന്നുള്ളത് ജാസ്മിൻ തന്നെ പുറത്തിറങ്ങി ഉത്തരം പറയേണ്ടി വരും.